അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, ദീർഘായുസ് എന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് 31/5/2024 UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം തഖ്വയിലൂടെയാണ് ഹൃദയം സമാധാനം കൈവരിക്കുന്നത്, മനസ്സ് വിശുദ്ധമാവുന്നതും നാം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ സന്തോഷവാന്മാരാവുന്നതും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നാളേക്കു വേണ്ടി എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തരും വിചിന്തനം നടത്തുകയും ചെയ്തു കൊള്ളട്ടെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, കാരണം അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. സത്യവിശ്വാസികളെ, ആയുസ്സാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മൂലധനം. അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനവും അതുതന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ ആയുസ്സിനെ മുൻനിർത്തി അള്ളാഹു ശപഥം ചെയ്തിട്ടുണ്ട്, സത്യം ചെയ്തിട്ടുണ്ട്. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയുസ് നഷ്ടപ്പെടുന്നതിനു മുമ്പ് അതിനെ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആയുസ്സിന് അറബി ഭാഷയിൽ ഉംർ എന്ന പേര് വയ്ക്കപ്പെട്ടതു തന്നെ ഇമാറ എന്ന വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഥവാ നമ്മുടെ ആയുസ് നമ്മുടെ ശരീരത്തെ സജീവമാക്കുവാനും പരിപാലിക്കുവാനുമുള്ളതാണ്. ആയുസ് കൊണ്ടാണ് നാം ഭൂമിയെ പരിപാലിക്കുന്നതും ആ ഭൂമിക്ക് ജീവൻ നൽകുന്നതും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹ. അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കുകയും ആ ഭൂമിയുടെ പരിപാലന ചുമതല നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു. മനുഷ്യൻ്റെ പ്രകൃതം ആഗ്രഹിക്കുകയും സ്വാഭാവികമായി ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കാര്യമാണ് ദീർഘായുസ്സുണ്ടാവുക എന്നത്. പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിനസ്സആദ അൻ യതൂല ഉംറുൽ അബ്ദ്. ഒരാൾക്ക് ദീർഘായുസ്സുണ്ടാവുക എന്നത് വിജയത്തിൻ്റെ ഭാഗമാണ്, വിജയമാണ്. വീണ്ടും പ്രവാചകർ പഠിപ്പിച്ചു, ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറ. സത്യവിശ്വാസിക്ക് ദീർഘായുസ് വഴി നന്മകൾ മാത്രമാണ് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ദീർഘായുസ് എന്ന അനുഗ്രഹത്തെ എത്ര ശുഭാപ്തി വിശ്വാസത്തോടെയാണ്, പോസിറ്റീവായാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നോക്കിക്കാണുന്നത്. അഥവാ ദീർഘായുസിനെ പ്രവാചകർ ദീർഘമായ നന്മയുടെ കാരണമായി, വിജയത്തിൻ്റെ നിദാനമായി നമ്മെ പഠിപ്പിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട അനുചരനായിരുന്ന അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഒരിക്കൽ പ്രവാചകരോട് അനസ് റളിയല്ലാഹു അൻഹുവിനു വേണ്ടി, തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹുവിനു വേണ്ടി സമഗ്രമായ, സമ്പൂർണമായ ചില പ്രാർത്ഥനകളാണ് പ്രവാചകർ തെരഞ്ഞെടുത്തത്. ആ കൂട്ടത്തിൽ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദീർഘായുസ്സിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. പ്രവാചകർ പറഞ്ഞു, അല്ലാഹുമ്മ അക്സിർ മാലഹ് വവലദഹ് വഅതിൽ ഹയാതഹ് വഗ്ഫിർ ലഹ്. അല്ലാഹുവേ, അനസിൻ്റെ സമ്പത്തിലും സന്താനങ്ങളിലും നീ വർധനവ് നൽകണമേ, ദീർഘായുസ് നൽകണമേ. അല്ലാഹുവേ, അനസിന് നീ പൊറുത്തു കൊടുക്കുകയും ചെയ്യണമേ. സത്യവിശ്വാസി തൻ്റെ ആയുസ് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടും സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടും ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുത്തുകൊണ്ടും സ്വന്തം രാജ്യത്തിൻ്റെ പുരോഗതി ലക്ഷീകരിച്ചുകൊണ്ടും ജന്മനാടിൻ്റെ നാഗരിക പുരോഗതിക്കു വേണ്ടിയും സ്വന്തം വ്യവഹാരങ്ങളിലൂടെ, അനുഭവ സമ്പത്തിലൂടെ അപരർക്ക് ഉപകാരം ചെയ്തുമാണ് ചെലവഴിക്കേണ്ടത്.
അബൂബക്ര റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരാൾ പ്രവാചകരോട് ചോദിച്ചു, യാ റസൂലല്ലാഹി അയ്യുന്നാസി ഖൈർ, പ്രവാചകരെ ആരാണ് ഏറ്റവും നല്ലയാൾ? പ്രവാചകർ മറുപടി പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ദീർഘായുസുണ്ടാവുകയും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന്. ദീർഘായുസിനുള്ള വലിയ പ്രാധാന്യം കൊണ്ടുതന്നെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ആയുസിനോടൊപ്പം ആരോഗ്യവും ഉണ്ടാവേണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. പതിവായി പ്രവാചകർ ചെയ്യാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ മത്യഅന ബി അസ്മാഇന വ അബ്സാരിന വ ഖുവ്വതിന മാ അഹ്യൈതന വജ്അൽഹുൽ വാരിസ മിന്ന എന്നാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കാഴ്ചയും കേൾവിയും ഞങ്ങളുടെ ശക്തിയും ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നീ നിലനിർത്തണമേ. ഞങ്ങൾ മരണപ്പെടുവോളം നീ അതു സംരക്ഷിക്കുകയും ചെയ്യണമേ. ഫല്ലാഹുമ്മ ബാരിക് ലനാ ഫി അഅ്മാരിന വ അസ്ഇദ്നാ ബിസിഹ്ഹതി അബ്ദാനിന വസിദ്നാ അമാനൻ ഫി ഔതാനിന. അല്ലാഹുവേ, ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾക്കു നീ ബറക്കത്ത് ചൊരിയുകയും ഞങ്ങളുടെ ശാരീരിക ക്ഷമത കൊണ്ട് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കുകയും ഞങ്ങളുടെ നാട്ടിൽ നീ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. സത്യവിശ്വാസികളെ, ഒരാൾക്ക് ദീർഘായുസ് സാധ്യമാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ആരോഗ്യം സംരക്ഷിക്കുക എന്നതും ശാരീരിക ക്ഷമതയുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാവുകയും ചെയ്യുക എന്നതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവിടെന്ന് പറഞ്ഞു, ഇസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് വിട്ടുവീഴ്ചയും ശാരീരിക ക്ഷമതയും ചോദിച്ചുകൊണ്ടേയിരിക്കണമെന്ന്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമെന്നത് അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ്. നാളെ അല്ലാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ചെന്നെത്തുമ്പോൾ അല്ലാഹു ആദ്യമായി നമ്മളോട് ചോദിക്കാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളിലൊന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമാണ്. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, യുഖാലു ലഹു അലം നുസിഹ്ഹ ലക ജിസ്മക്. അല്ലാഹു മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചോദിക്കപ്പെടും, നിനക്കു ഞാൻ ആരോഗ്യമുള്ള ഒരു ശരീരം തന്നിട്ടില്ലായിരുന്നുവോ എന്ന്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ആരോഗ്യമെന്ന വലിയ അനുഗ്രഹത്തെ അതർഹിക്കുന്ന രീതിയിൽ നാം പരിഗണിക്കേണ്ടതുണ്ട്. ആരോഗ്യം നിലനിൽക്കുന്നതിനു വേണ്ട കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളെ പിന്തുടരുകയും ആരോഗ്യത്തിന് ഗുണകരമല്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും ആരോഗ്യ സംരക്ഷണത്തിന് ഹിതകരമായ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള അന്നപാനാദികൾ ശീലമാക്കുകയും നടത്തം, ശാരീരിക വ്യായാമങ്ങൾ തുടങ്ങിയവ പതിവായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ മുറപ്രകാരം സമയാനുസൃതമായുള്ള ശാരീരിക പരിശോധനകൾ നാം നടത്തേണ്ടതുണ്ട്. ലോകത്ത് ഇന്ന് നിലവിലുള്ള വലിയ പുരോഗതികളെ ഉപയോഗപ്പെടുത്തി നമ്മെ ബാധിക്കാനിടയുള്ള രോഗങ്ങളെക്കുറിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഒന്നുകിൽ അവ പിടിപെടാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാനും അതല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അവയെ പ്രതിരോധിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ സാമൂഹികാരോഗ്യത്തെക്കുറിച്ചും നാം ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട്. അത് കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊണ്ട് നല്ല സ്വഭാവങ്ങളിലൂടെ ആളുകളുമായി നന്നായി ഇടപഴകിയാണ് സംഭവിക്കേണ്ടത്. അതുപോലെ നമ്മുടെ മാനസിക ആരോഗ്യവും അങ്ങേയറ്റത്തെ പരിഗണനയും ശ്രദ്ധയും അർഹിക്കുന്നുണ്ട്. ജീവിതത്തിലുടനീളം പോസിറ്റീവ് ചിന്തകളിലൂടെ, ശുഭാപ്തി വിശ്വാസത്തിലൂടെ ദുഃഖങ്ങളുടെയും ആകുലതകളുടെയും കാരണങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് നേടിയെടുക്കേണ്ടത്. കാരണം ആകുലതകളും അനാവശ്യ ആലോചനകളുമാണ് ഒരാളുടെ ശാരീരിക ക്ഷമതയ്ക്ക് അങ്ങേയറ്റം അപകടകരമായ കാര്യം. വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനസികമായ ദുഃഖങ്ങളിൽ നിന്ന്, വ്യസനങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് പതിവായി കാവൽ ചോദിക്കാറുണ്ടായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, അല്ലാഹുമ്മ ഇന്നി
അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ദുഃഖങ്ങളിൽ നിന്ന്, ആകുലതകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഫല്ലാഹുമ്മ ജഅൽനാ ബിഹി മുഖ്തദീൻ വസല്ലി യാ റബ്ബന വസല്ലിം വബാരിക് അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ പ്രവാചകരെ കൃത്യമായി അനുധാവനം ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തേണമേ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.